കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ഗൂഢനീക്കങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സത്യാഗ്രഹ സമരം നടത്തും. മന്ത്രിമാരും ജനപ്രതിനിധികളും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സത്യാഗ്രഹം. കേരളത്തിന് 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കുറവ് വരുത്തിയതുകൊണ്ടുണ്ടായ കമ്മി പരിഹരിക്കാനായാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് മന്ത്രി KN ബാലഗോപാൽ ഈ ആവശ്യം മുന്നോട്ടുവെച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി അമിത് ഷാ തിരുവനന്തപുരത്തെത്തി. ഇന്നലെ രാത്രി പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP പ്രതിനിധികളുമായി സംസാരിക്കും. ഗ്രോകെയുമായി ബന്ധപ്പെട്ട അശ്ലീല ഉള്ളടക്ക വിവാദത്തിൽ എക്സ് സ്വന്തം പിഴവ് അംഗീകരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് എക്സ് ഉറപ്പു നൽകുകയും ചെയ്തു. ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന പ്ലാറ്റ്ഫോമിന് IT മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. UPSC പരീക്ഷകൾക്ക് മുഖം തിരിച്ചറിയൽ നിർബന്ധമാക്കി. ആൾമാറാട്ടം തടയുക, ക്രമക്കേടില്ലെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി. ഈ വർഷം മുതൽ NEET, JEE ഉൾപ്പെടെ എല്ലാ പ്രവേശന പരീക്ഷകൾക്കും ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് NTA വ്യക്തമാക്കി.